ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ. എന്തത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ, അതിനുവേണ്ടി പറഞ്ഞാണ്. എന്താ അസുഖം? പൈസക്ക് മുട്ടൊന്നുമില്ലല്ലോ. എന്നാ നോക്കാം. അടുത്തിരിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ, പുറത്തേക്ക് വരൂ. നന്നായി ഉള്ളിലേക്ക് വലിക്കൂ. ഹലോ, ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ സ്പീക്കിംഗ്. പ്രോഗ്രാമിനാണോ അസുഖമാണോ? പ്രോഗ്രാമാണ്. പറയൂ പറയൂ, എവിടെയാണ്? ആറ്റിങ്ങൽ. പുതിയ ഐറ്റം ഉണ്ടോന്നോ? എന്ത് ചോദ്യമാണ്. കേട്ടോളൂ, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ പരസ്യത്തിന്റെ ശബ്ദം കേൾക്കാറില്ലേ? അത് ഞാൻ പറഞ്ഞു തരാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുവാൻ രൂപപ്പെടുത്തിയത്. ചിലർ അതിനെ സിഗരറ്റ് വലിക്കുവാൻ ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. ശരി ശരി, അഡ്വാൻസ് ആയിട്ട് വന്നോളൂ. ഓക്കെ. എന്താണ്? ഹലോ, ശ്വാസം വിട്. ശ്വാസം വിടോ. എന്താ അബദ്ധം ചേട്ടാ കാണിച്ചത്? എന്താ വലിച്ചു പിടിക്കാൻ പറഞ്ഞ? ശ്വാസം പുറത്തേക്ക് വിട്ടുകൂടായിരുന്നോ? പറഞ്ഞില്ലാലോ. എന്റെ ദൈവമേ, ഇനി കൂടുതൽ വിടേണ്ടി വരില്ലായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ, വിടൂ. ദൈവമേ, ഉള്ളിലുള്ളതെല്ലാം അടിച്ചു പോയി, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, അതൊക്കെ വലിച്ചോളൂ, പുറത്തേക്ക് വിടൂ. അതൊക്കെ വലിച്ചോളൂ. ഈ മരുന്ന് ഒരു 2 നേരം കഴിച്ചാൽ മതി. ചേട്ടന്റെ എല്ലാ അസുഖങ്ങളും മാറി കേട്ടോ. ഞാനെന്തൊരു മണ്ടനാണ്. കഴിഞ്ഞ മാസം ഫ്രിഡ്ജ് എന്ന കമ്പനിയുടെ പേരെന്താണ്? കിട്ടിപ്പോയി. ഈ മരുന്ന് ഒരു 6-7 പ്രാവശ്യം കഴിച്ചു. എല്ലാ അസുഖങ്ങളും മാറിക്കോളും. ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്യുന്നു. എങ്ങനെ? ബെസ്റ്റ് അല്ലേ? സുഹൃത്തെ, ഡോക്ടറെ കാണാൻ ടോക്കൺ എടുക്കണം. ഇവിടെ ടോക്കൺ ഒന്നും വേണ്ട, മുൻകൂട്ടി ബുക്കിംഗും വേണ്ട. കയ്യിൽ കൊള്ളാൻ നേരെ ഇടിച്ചു കയറി കാണാം. പിന്നെ ഈ ബുക്കിംഗ് നമ്പറോ? അതങ്ങനെ മിമിക്രി പരിപാടി ബുക്ക് ചെയ്യാനുള്ള നമ്പരാ. അടുത്ത മാസം ടൗൺ ഹാളിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ടിക്കറ്റ് പുറത്ത് വിൽക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിന് 2000 രൂപയാണ് വില. ഒരു 5 എണ്ണം മേടിച്ചോണ്ട് പോയിക്കോ. മേടിക്കോ. 10 എണ്ണം പറയാതിരുന്ന് നന്നായി, അല്ലെങ്കിൽ ആള് തട്ടിപ്പോയനെ. നെക്സ്റ്റ് മേലെടുത്തിരാകുവന്ന അരിച്ചേറ്റ് തന്നെയാ. കലക്കി നിങ്ങളായിരുന്നു. ഞാൻ പ്രാക്ടീസിലായിരുന്നേ. ഇത്ര സീനിയർ ഡോക്ടർക്ക് ഇനിയും പ്രാക്ടീസോ? അയ്യേ, ആ പ്രാക്ടീസ് അല്ല, ഇത് നമ്മുടെ മിമിക്രി. ഈ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി ഇവരെല്ലാം എനിക്ക് ഓക്കെയാ. പക്ഷെ ഈ ന്യൂ ജനറേഷനുള്ള നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ ഇവരൊന്നും ടൈമിംഗ് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. അല്ല, എല്ലാം ഓക്കെ ആയിട്ട് വന്നോളൂ. ആട്ടെ, മുത്തശ്ശിക്ക് എന്താണ് കുഴപ്പം? പഴയ പെരുത്തേറ്റം തന്നെയാണോ? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും അസുഖത്തിനൊരു കുറവില്ല. അങ്ങനെ പറ. ആ മരുന്ന് എഴുതി തന്നപ്പോഴേ എനിക്കറിയായിരുന്നു അതുകൊണ്ടൊന്നും മാറില്ലാന്ന്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കിനി മരുന്നൊന്നും വേണ്ട. പിന്നെ ഒരു ECG തന്നാ മതി. അത് കിട്ടിയാ പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല സമാധാനമാണ്. ആയിക്കോട്ടെ, ECG എങ്കിൽ ECG ഒന്നാക്കണ്ട, ഒരു 4 എണ്ണത്തിന് എഴുതി തന്നാ. മനസമാധാനം കുറച്ച് കൂടിക്കോട്ടെ. ഇനി മനസമാധാനം കളയുന്നൊരു ചോദ്യം ഞാൻ ആവർത്തിച്ചോട്ടെ. നമ്മുടെ സത്യന്റെ വല്ല വിവരമുണ്ടോ? ഒരു വിവരവും ഇല്ല മോനെ. എന്റെ കുട്ടി എവിടെയാണോ എന്തോ. സത്യനെ പോലൊരു ഫ്രണ്ട് എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. അവൻ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഡോക്ടറായിട്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം ഒരു കലാകാരനായിരുന്നു. പിന്നെ നമ്മുടെ വായനശാലയുടെ വാർഷികത്തിന് എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് മുത്തശ്ശി. പഴയത് തന്നെ ആവും. അതെ, പഴയതല്ല, പുതിയത്. 3 കിടിലം പരിപാടികള്. അല്ല, കൂട്ടത്തില് കാരണവരുടെ മുറപ്പെടിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. നമ്മുടെ അമ്മൂന്റെയോ? അപ്പൊ കലക്കും അല്ലേ? അതാണ്. അനൗൺസ് ചെയ്യാലോ അല്ലേ? പ്രിയമുള്ളവരെ, മുരുക്കുന്തറ ജനകീയ വായനശാലയുടെ ഈ ചുമക്ക് എന്തെങ്കിലും ഒരു മരുന്ന് ഇവിടെ മിമിക്രി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണോ തനിക്ക് ചുമക്ക് മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഗാനസന്ധ്യയ്ക്ക് ശേഷം ഡോക്ടർ ക്രിസ്റ്റി. പ്രിയമുള്ളവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി ജോപ്പന്റെ മിമിക്സ് കാരിക്കേച്ചർ ഉടൻ തന്നെ ആരംഭിക്കുന്നു.
ഒരു സന്തോഷ വാർത്ത. ഡോക്ടർ ക്രിസ്റ്റി ജോപ്പന്റെ മിമിക്സ് കാരിക്കേച്ചർ കൂവാതിരുന്ന് കാണുന്നവർക്ക് അടുത്ത 1 മാസം നിങ്ങളുടെ ചികിത്സ ക്ലിനിക്കിൽ ഫ്രീ ആയിരിക്കും. ആരിതൊക്കെ? ഇത് മറ്റവന്റെ ആൾക്കാരാണ്. ആരുടെ? കോട്ടയം നസീറിന്റെ. മിമിക്രിയിൽ അവൻ എന്നെ മാത്രമല്ലേ പേടിയുള്ളൂ. അതുകൊണ്ട് കാശ് കൊടുത്ത് ആളെ ഇറക്കിയിട്ട് എന്നെ കൂവി തോപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ ഞാൻ തോക്കില്ല. ഡോക്ടറെ, ജനവികാരത്തെ പൈസ കൊണ്ട് അളക്കല്ലേ. പ്രിയമുള്ളവരെ, ഗാനസന്ധ്യ ആരംഭിക്കുന്നു. സൈലന്റ് ആയല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റി ജോപ്പൻ ക്ലിനിക് മുരിക്കിന്തറ. ദയവ് ചെയ്ത് ആരും കൂവരുത്. ഇത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ജയനല്ല, ഇത് ന്യൂ ജനറേഷൻ ജയനാണ്. തട്ടത്തും മറയത്തെന്ന ചിത്രത്തിലെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രമായി ശ്രീ ജയൻ വരുന്നു. ഇങ്ങനെ കിടന്ന് കൂവിട്ട് തൊണ്ടടിച്ച് ക്ലിനിക്കിലോട്ടൊന്നും ഞാൻ വരുന്ന തരത്തില്ല കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കും. കോളേജിന്റെ വരാന്തയിലൂടെ ശാന്തയുടെ കൈയും പിടിച്ച് ഞാൻ നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം വെടക്ക് കാറ്റുണ്ട്. അതിന്റെ പാന്റിന്റെ ബെൽസിലും ഹെലികോപ്റ്ററിന്റെ ചിറകിലും തട്ടിപ്പറന്നു. ഉള തട്ടുവിട്ട് വരുന്നത് കണ്ടാൽ എന്റെ സറേ അലവലാതി ഷാജി പോലും തട്ടിപ്പോകും. എല്ലാവരും മരിച്ച എന്തിനാ ഡോക്ടറെ കരയുന്നേ? അവര് കൈയടിക്കല്ലേ? ഇതിനു മുമ്പ് അവര് കൈയടിച്ചപ്പോഴൊക്കെ കൈയുടെ ഇടയിൽ എന്റെ തലയുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് കൈയടിക്കുന്നത് എന്തൊരു സംഭവല്ലേ. അടുത്തായിട്ട് ഫഹദ് ഫാസിൽ കാണിച്ചേരാ ഞാൻ. നമ്മുടെ കാലത്തൊക്കെ ഈ മെട്രോ റെയിലിൽ കയറുന്നു യാത്ര ചെയ്യാൻ പറ്റുമോ? അല്ല, കാരണം അമ്മൂന്റെ കൂടെ പോരാഞ്ഞ് അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലേ? ബോധല്ല, വാദം. മഞ്ഞ ഗുളിയ. എന്താന്ന്? ഒരു മഞ്ഞ ഗുളിയ മതിയല്ലോ എല്ലാം കുളവാക്കാൻ. വല്ല മനസ്സിലായ? പിന്നെ കൃഷി ഓഫീസർ മാറി പുതിയ ആള് വന്നോ? അത് വന്നോളൂ. കാരണം ഇത് പറ, എന്താണ് ഇനി പ്ലാൻ? തെങ്ങുകളുടെ കടയൊന്ന് മാന്തണം, നെല്ലിന്റെ കള പറിക്കണം, പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് വളവും വാങ്ങണം. അതെ, ഈ അമ്മൂന്റെ കാര്യത്തിൽ എന്ത് വളരാനാണ് ഉദ്ദേശിക്കുന്നത്? എന്ത്? കോളേജിൽ അവള് പഠിക്കുന്നത് കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ യോയോ പിള്ളേരുടെ കൂടെ ഒരു ഊന്നുകാല് കൊടുത്ത് കെട്ടിയില്ലെങ്കിലേ വാഴ അങ്ങോട്ട് മറയും. അമ്മൂന്റെ കാര്യത്തിൽ എനിക്കൊരു പേടി. അനുഭവങ്ങളാണ് മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. ഈ ഇരിക്കുന്ന പ്രഭാകരന്റെ കഥ അറിയോ? ഇഷ്ടം മനസ്സിനുള്ളിൽ വെക്കാനുള്ളതല്ല, അത് തുറന്നു പറയാം. ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടിയ പ്രഭാകരന്മാർ ഇനിയും ഈ മുരുക്കുന്നര ഗ്രാമത്തിൽ ഉണ്ടാവാൻ പാടില്ല. അളിയന് ബോംബെയിൽ എന്തായിരുന്നു പണി? കുറച്ചു കാലം മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ശമ്പളം കുറവായതുകൊണ്ട് ഒരു തുണി കമ്പനിയിൽ വാച്ച്മാനായിട്ട് കയറി. അളിയൻ അസലായിട്ട് ആക്കുന്ന കൂട്ടത്തിലാണല്ലോ. എനിക്ക് വിരോധമില്ലാട്ടോ. അളിയനും അളിയനാവുമ്പോ അടുത്തിരുന്ന് സംസാരിക്കുന്നതാ ശരി. ബോംബെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാ? തണുപ്പാ ചൂടാ? ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാ. പൊതയ്ക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല.
ഇയാൾ എന്തോ കാണിക്കുന്നത്? അങ്ങനെ പറയരുത്. ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും കാണിച്ചോ? എനിക്കൊന്ന് കണ്ടാ മതി. അയ്യേ, ഇയാൾ ഇത്രക്ക് ബോറനാണോ? ദേ, ഇയാളെന്റെ പെങ്ങടെ കെട്ടിയവനായി പോയി. അല്ലെങ്കിൽ താനീ കാണിച്ച തോന്നിവാസം തന്നെ മുഖത്ത് അടി തരണ്ടതാ. ബോംബെയിൽ കുറെ കണ്ടിട്ടുള്ളതായത്. പോലെ മനസ്സിലായി. ഞാൻ ആ മുമ്പുള്ള സംഗതി എവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടാ. താൻ പോണോ? ഇങ്ങനെയുണ്ടോ അളിയന്മാര്? നന്ദിനി ഇങ്ങോട്ട് വന്നേ. എത്രയും പെട്ടെന്ന് നിന്റെ കെട്ടിയോനെ വിളിച്ചോണ്ട് പൊക്കോണം. എന്താ സത്യേട്ടാ? അയാൾക്ക് അതൊന്നും പുറത്തു പറയാൻ കൊള്ളൂല. മനുഷ്യൻ എങ്ങനെ ഇവിടെ മനസ്സമാനത്തോട് കിടന്നുറങ്ങാൻ പറ്റും? ഈ കണ്ട കാലം അന്യനാട്ടിൽ കിടന്നെങ്കിലും ഒരു ചീത്തപ്പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. സംഗതി കാണണം പോലും. സംഗതി വൃത്തിയായിട്ടവനാ. മുട്ടുവരെ പൊക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് അത്രയ്ക്ക് പറ്റൂ. ഒരടയാളം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മനുഷ്യൻ. നീ നോക്കിക്കോടി, അടുത്ത തവണ ഞാൻ പൊക്കും. എന്റെ പ്രിയപ്പെട്ട ആരാധന കുസുമമേ, എന്റെ കാരണവരെന്ന ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അനുകൂലമായ ഒരു മറുപടി തന്നു. എനിക്ക് കൃഷി ഓഫീസിൽ പോയി ലിസ്റ്റ് പ്രകാരമുള്ള സാധനം വാങ്ങാനുള്ള. അതെ അതെ, നിന്റെ അനാവൃത കുസുമതാണ് ഇത് ഐശ്വര്യമായിട്ട് അവളെ കൈ കൊണ്ടേ കൊടുക്കുക. ഞങ്ങളുണ്ട്. ചെല്ല് ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്, വേഗം ചെല്ല്. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ ചൊല്ല്. പ്രാർത്ഥിക്കണേ എന്റെ ദേവി, കാത്തോളണേ. ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാരണവരെ? ശരി, യൂറിയ ഫാക്ടം ഫോസ് പൊട്ടാഷ്യോ. പ്രിയപ്പെട്ട ആരാധന കുസുമമേ, കാരണവരെന്ന ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി നിന്നോടുള്ള പ്രണയ പാരവശ്യത്തിലാണ്. ഈ മഴ പെയ്യുന്നതിനോടുകൂടി ഉഴുത് നല്ല വിത്തിറക്കിയാലുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല കൃഷി ഓഫീസർക്കും എന്റെ ഗുണം ഉണ്ടാവേ. അപ്പൊ ഞാനങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. എന്താണോ? പ്ലീസ് ഒന്ന് കണ്ടോട്ടെ. പോണോ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? സംസ്കാരം ഇല്ലാത്തവൻ. ഒന്ന് കണ്ടെന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? പോണോ? വിടില്ല, ഞാൻ കണ്ടിരിക്കും. അവിടെ തന്നെ. സുഖമുണ്ടോ സത്യേട്ടാ? നല്ല സുഖം. സത്യേട്ടന്റെ ഈ ഭാഗത്തൊരു ഉളുക്ക്. സാരമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇവള് സമ്മതിക്കണ്ടേ? ഇപ്പൊ വേദന കുറവുണ്ടോ ഏട്ടാ? സത്യായിട്ടൊന്നും എണീറ്റേ. ഞാൻ കൊണ്ടാക്കാം. വേണ്ട, പിടിക്കണ്ട. ഞാൻ തന്നെ പോയിക്കൊള്ളാം. പറ്റിയ ആളാ. ഇയാളെ ആരാ എന്താന്നറിയാതെ നീ എന്തിനാ യൂണിയനും പിടിയാനൊക്കെ നടക്കുന്നത്? അതെന്താ? ഇടി ത്രികോണത്തിൽ സൂര്യൻ സഞ്ചരിക്കാൻ ദിസ് ഹോറോസ്കോപ്പ് ഓണർ ഈസ് ഡെഡ്. എന്ന് വെച്ചാൽ നിന്റെ ചേട്ടൻ ചെറുത് 6 വർഷം ആ സുമാരപ്പണിക്ക് പറഞ്ഞേ. അപ്പൊ ഇയാളോ? അയാളോ? അപ്പൊ ഇത്രയും നേരം ഒരു അന്യ പുരുഷനെയാണോ ഞാൻ ഒഴിഞ്ഞോണ്ടിരുന്നത്? വേദന ഉള്ളവരെ സഹായിക്കണം ഇത്ര വലിയ തെറ്റാണ്.